ഓം ശ്രീ ഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായിദേവായ. ഭഗവത്ഗീത വിചാരത്തിന്റെ നമ്മുടെ 100ാമത്തെ എപ്പിസോഡാണിത്. 100ാമത്തെ എപ്പിസോഡാണ്. അതിൽ നമ്മൾ ഗുണത്രയ വിഭാഗ യോഗത്തിലെ 10ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്. ഗുണത്രയ വിഭാഗ യോഗം ഒക്കെ നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുള്ളതാണ്. കാരണം നമുക്ക് ഈ ഗുണങ്ങൾ ഗുണങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന, എല്ലായിടത്തും നമ്മൾ കേൾക്കുന്ന ഒരു ചർച്ചയുള്ള കാര്യമാണ്. അപ്പൊ അതിനെപ്പറ്റി ഭഗവാൻ പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ അത് നമുക്ക് തുടങ്ങാം. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. 10ാമത്തെ ശ്ലോകം. ഭഗവാൻ ഇതുവരെ നമുക്ക് പറഞ്ഞത് ഗുണങ്ങളുടെ, ത്രിഗുണങ്ങളുടെ പ്രത്യേകം ലക്ഷണവും അവരുടെ പ്രവർത്തനവും ഏത് രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നതും എന്നാണ് നമുക്ക് മനസ്സിലാക്കി തന്നത്. അന്ധകരണത്തിന്റെ ഗുണഘടനയാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. നീ ഇപ്പൊ ഇത് അടുത്തത് ഇതിന് ചിലപ്പം ഒന്ന് കൂടി നിൽക്കും, മറ്റൊന്ന് കുറഞ്ഞു നിൽക്കും, രണ്ടെണ്ണം ഒരുമിച്ച് നിൽക്കും. അതിനൊക്കെ എന്താ, അങ്ങനെയൊക്കെ ഒരു സംയോജനങ്ങളൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നാണ് അർജുനന്റെ ചോദ്യം. അപ്പൊ അതിന് മറുപടിയാണ് ഭഗവാൻ പറയാൻ പോണത്. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത. രജസത്വം തമശ്ചൈവ തമസത്വം രജസ്തഥാ. അല്ലയോ അർജുന, സത്വം സത്വഗുണം രജതമ ച, രജോ ഗുണത്തെയും തമോ ഗുണത്തെയും അഭിഭൂയ കീഴ്പ്പെടുത്തുന്നു. എന്നിട്ട് സത്വഗുണം മുന്നിട്ട് നിൽക്കുന്നു, ബാക്കി രണ്ടിനെയും അമർത്തി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പ്രാധാന്യം നേടുന്നു. എന്നിട്ട് രജോ ഗുണം അത് തന്നെയാണ്. സത്വഗുണത്തെയും തമോ ഗുണത്തെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് രജോ ഗുണത്തിന് പ്രാധാന്യം നേടുന്നു. അതുപോലെ തന്നെയാണ് തമോ ഗുണവും. നമ്മളിത് കാണുന്നുണ്ട്. ചിലരിൽ സത്വഗുണത്തിന് പ്രാധാന്യവും രജോ ഗുണവും തമോ ഗുണവും കുറച്ച് ലോ ആയിട്ട് കിടക്കും. തിരിച്ച് രജോ ഗുണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തമോ ഗുണങ്ങൾക്ക് കുറച്ച് ഇഴത്തിലുണ്ടാവും. അതുപോലെ തമോ ഗുണം ഒരുപാട് കൂടി നിൽക്കും, സത്വത്തിനെയും രജത്തിനെയും അങ്ങനെ അമർത്തി വെച്ചേക്കും. അപ്പൊ പറയാണ്, സത്വഗുണം രജോ ഗുണത്തെയും തമോ ഗുണത്തെയും കീഴ്പ്പെടുത്തിയിട്ടാണ് പ്രാധാന്യം കൈക്കൊള്ളുന്നത്. അതുപോലെ രജോ ഗുണം സത്വഗുണത്തെയും തമോ ഗുണത്തെയും കീഴ്പ്പെടുത്തുന്നു. അതുപോലെ തന്നെ തമോ ഗുണം സത്വഗുണത്തെയും രജഗുണത്തെയും കീഴ്പ്പെടുത്തുന്നു. അപ്പൊ ആരെയാണ് കീഴ്പ്പെടുത്തി മേൽക്കോയ്മ നേടുന്നത് എന്നനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെ സ്വഭാവത്തിനും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. ഗുണപ്രാധാന്യ രഹസ്യം. ത്രിഗുണാത്മികമാണ് മായ. പലതുണ്ടെന്ന് തോന്നിച്ചുകൊണ്ട് അവിദ്യ അല്പമെങ്കിലും, നമുക്ക് കുറച്ചെങ്കിലും അജ്ഞാനം അവിദ്യ ഉണ്ടെങ്കിൽ ഈ 3 ഗുണങ്ങളും അതിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അവിദ്യ മായാൽ, ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഗുണങ്ങളില്ല, ഗുണങ്ങളെ നമ്മളെ ബാധിക്കില്ല, സത്വഗുണ പ്രധാനരായിട്ട് തീരും നമ്മൾ. ഏതെങ്കിലും ഒരു ഗുണത്തിന് പ്രാധാന്യം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് മറ്റു 2 ഗുണങ്ങളെയും കീഴ്പ്പെടുത്തിയിട്ട് ഒരു ഗുണം പ്രധാന ഭാവം കൈക്കൊള്ളുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നത് പരിതസ്ഥിതികളുടെ ആനുകൂല്യം കൊണ്ടാണ്. നമ്മൾ ജീവിക്കുകയും വളരുകയും ചെയ്യുന്ന പരിതസ്ഥിതികൾ, നമ്മൾ പെരുമാറുന്ന ആളുകൾ, ഇവരൊക്കെ ഇതിനെ നമ്മൾ സ്വാധീനിക്കും. നമ്മളുടെ ഗുണങ്ങളെ, നമ്മുടെ കൂട്ടുകെട്ട്, ഇതൊക്കെ നമ്മുടെ ഈ ഗുണങ്ങളെ സ്വാധീനിക്കുന്നതാണ്. ഈ ആനുകൂല്യം അന്ധകരണത്തെ സംബന്ധിച്ചിടത്തോളം അവനവൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതിന്റെ സെലക്ഷൻ നമുക്കാണ്. നമ്മൾ തന്നെ ഓരോരുത്തരും, ഓരോ വ്യക്തിയും സ്വയമാണ് തീരുമാനിക്കുന്നത് ഏത് ഗുണത്തിനെ മേൽക്കോയ്മ കൊടുക്കണം എന്നുള്ളത്. നമ്മുടെ അന്ധകരണം, നമ്മുടെ മനസ്സാക്ഷി, നമ്മൾ തന്നെ, നമ്മളുടെ ജീവാത്മാവ്, നമ്മൾ തന്നെയാണത് തീരുമാനിക്കുന്നത്. ഈ ഗുണസംഘടന സത്യോന്മുഖമായി നീങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. അതിന് ശരിക്ക് ആഗ്രഹം സത്യോന്മുഖമായിട്ട് നീങ്ങാനാണ്. പക്ഷേ പരിതസ്ഥിതികൾ കൊണ്ട്, പിന്നെ
അത് മാറി അല്ലെങ്കിൽ കൂട്ടുകെട്ട് കൊണ്ട് അത് മാറിയിട്ട് നമ്മൾ അധപ്പതിക്കുവാനിട വരുന്നു. അങ്ങനെ അതിന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായിട്ട് നമ്മൾ കാണുന്നത് വാൽമീകിയുടെയും അജാമിളന്റെയും കഥയാണ്. അവർ രണ്ടുപേരും ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച് ശ്രേഷ്ഠരായിട്ട് ജീവിച്ചിരുന്നവരാണ്. അങ്ങനെ ജീവിച്ചിരിക്കുമ്പം അവര് കാമപ്രലോഭനങ്ങൾക്ക്, രണ്ടുപേരും കാമപ്രലോഭനങ്ങൾക്കും കൂട്ടുകെട്ടിനും, ചീത്തയായ കൂട്ടുകെട്ടുകൾക്കും വശപ്പെട്ട് വശംഗതരായിട്ട് മോഹമതികളായിട്ട് പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരാള് വളരെ മ്ലേച്ഛമായ രീതിയിൽ ഭാര്യ പുത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ രാജസികവും താമസികവുമായ ജീവിതം നയിച്ചു അജാമിളൻ. വാൽമീകി അതാണെങ്കിൽ അതിനേക്കാളും താമസികമായിട്ടാണ് പോയത്. കട്ടും കൊന്നും കൊലവിളിച്ചും ഒക്കെയാണ്. അങ്ങനെ രണ്ടുപേരും നിബന്ധിച്ചു. പക്ഷേ അവർക്ക് ഭാഗ്യമുണ്ടായതുകൊണ്ട് അവർക്ക് സത്സംഗത്തിന് ഇട വന്നു. വാൽമീകി മഹർഷിക്ക് സപ്തർഷികളുടെ സത്സംഗം ഉണ്ടായി. അജാമിളന് ആ സമയത്ത് സ്വന്തം മകനെയാണ് വിളിക്കുന്നതെങ്കിലും അത്ര ഹൃദയംഗമായിട്ട് നാരായണ നാമം പറഞ്ഞപ്പോ പഴയ അദ്ദേഹത്തിൽ ഒളിച്ചു കിടന്നിരുന്ന ആ 40 വയസ്സ് വരെ ജീവിച്ചപ്പോ ഉണ്ടായിരുന്ന സദ്ഗുണങ്ങളൊക്കെ പുറത്തേക്ക് വന്നു. അതുകൊണ്ടാണ് ഭഗവാൻ അപ്പൊ തന്നെ കൊണ്ടുപോകുന്നില്ല. അത് ശരിയായ കഥയല്ല. ശരിക്കും അതാ ഭഗവാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയാണ് സാധന ചെയ്ത് നന്നാവാനായിട്ട്. അപ്പൊ നാരായണ നാമ ശബ്ദത്തോടുകൂടി വിഷ്ണുവിന്റെ ആൾക്കാർ വന്ന് തടഞ്ഞു യമദൂതന്മാരെ. എന്നിട്ട് പറഞ്ഞു, ഇല്ല, അദ്ദേഹത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, നാരായണ നാമം ജപിച്ചു. അപ്പൊ ഇനി ആ നാരായണ നാമം ജപിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ട് നദീതീരത്ത് പോയിരുന്ന നാരായണ നാമത്തിൽ തന്നെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പിന്നെയാണ് അദ്ദേഹത്തിന് മോക്ഷം പ്രാപ്തി കിട്ടുന്നത്. അല്ല, നമ്മൾ ചില കഥകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു ഉടൻ തന്നെ അങ്ങോട്ട് വിമാനത്തിൽ ഒന്ന് കൊണ്ടുപോവുകയല്ല. അദ്ദേഹത്തിന് അതിന്റെ ആ ഉണ്ടായിപ്പോയ രജോ തമോ ഗുണങ്ങളൊക്കെ കളയണമല്ലോ, എന്നിട്ട് സത്വഗുണം ഉണ്ടാവണം. അപ്പം ആ സത്വഗുണത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു ഉപാധിയും കൂടെ ആയിരുന്നു ആ നാരായണ നാമത്തിലൂടെ അദ്ദേഹത്തിന് അതിനുള്ള പ്രാപ്തി ലഭിച്ചു. അതുപോലെ തന്നെയാണ് രാമരാമ മരാമര എന്നാണ് പറഞ്ഞതെങ്കിൽ രാമരാമ നാമജപത്തോടുകൂടി വാൽമീകി മഹർഷിക്കും തന്റെ തെറ്റായ ഗുണങ്ങളൊക്കെ ഉപേക്ഷിക്കുവാനായിട്ട് സാധിച്ചു. വലിയ മാമുനിയായി, വലിയ രാമായണത്തിന്റെ കർത്താവ് വരെ ആയി. അത്രയ്ക്ക് അപ്പം ഗുണഘടനയിലെ പരിവർത്തനം കൊണ്ടാണ് ഈ ഉയർച്ചകളും താഴ്ചകളും എല്ലാം ഉണ്ടാകുന്നത്. ഏതിനോട് ചേർന്നിരിക്കുന്നു, എത്രമാത്രം അതിന് ആഭിമുഖ്യമുണ്ട്, അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പരിവർത്തനങ്ങളൊക്കെ നമുക്കുണ്ടാവുന്നത്. ഇങ്ങനെ പക്ഷിമൃഗാദികളിലും വിശ്വലതാദികളിലും എല്ലാം ഈ ഗുണഘടനകൾ, ഒരു പശുക്കളുടെ ഒരു കൂട്ടത്തെ എടുത്താൽ ചില പശുക്കൾ സൗമ്യരായിരിക്കും, ചില പശുക്കളോ കുത്താൻ വരും, വെട്ടാൻ വരും, അങ്ങനെയൊക്കെ ഉള്ളവരും ഉണ്ടല്ലോ. അവരിലുമുണ്ട്, എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും വൃക്ഷങ്ങളിൽ പോലും ഉണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാത്തിലും ഈ വ്യത്യസ്തത, ഈ ഗുണങ്ങളുടെ വ്യത്യസ്തത നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. അപ്പം പിന്നെ ഗുണഭേദം അനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. സത്വഗുണപ്രധാനിയായ ആൾക്കാർ എപ്പോഴും നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ രജോ ഗുണപ്രധാനികളായ ആൾക്കാർ എപ്പോഴും ഈ ഭൗതികമായ മോഹങ്ങളുടെ പിന്നാലെ പാഞ്ഞുകൊണ്ട് അതിനാണ് ശ്രമിക്കുന്നത്. തമോ ഗുണപ്രധാനികൾക്ക് അതുമല്ല, അതിനേക്കാളും അവർക്ക് ഒന്നും വയ്യാത്തതുകൊണ്ട് അവര് ഒരു മോഹവലയത്തിൽ പെട്ടിട്ടാണ്. അതായത് ഇപ്പൊ തന്നെ ഒന്നും ചെയ്യാൻ വയ്യ, മടിയാണ്, ഉയരാനുള്ളൊന്നും ചെയ്യാൻ വയ്യ. അപ്പം ആ മനസ്സിന് ഒരു ആശ്വാസം കൊടുക്കാനായിട്ട് കള്ളു കുടിക്കും, അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കും, അല്ലെങ്കിൽ ഡ്രഗ്സ് കഴിക്കും. അപ്പൊ കുറച്ചു നേരത്തേക്ക് ഒരു പ്രത്യേക നിലപാട് കിട്ടും. അത് പോയി കഴിയുമ്പോൾ വീണ്ടും അതിന്റെ ഇഫക്റ്റ് പോകുമ്പോൾ വീണ്ടും മരുന്നടിക്കും. അങ്ങനെയാണ് അവരുടെ ജീവിത നിലവാരം പോകുന്നത്. അപ്പം എല്ലാത്തവർക്കും പ്രപഞ്ച പ്രവർത്തനത്തിന്റെ പരമരഹസ്യമായ സത്വദർശനം അറിയണമെങ്കിൽ ഗാഠമായിട്ട് സത്വഗുണത്തിലൂടെ യത്നിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അത് സാധിക്കും. അല്ലാത്തവർക്ക് എക്കാലവും ഈ പ്രകൃതിയുടെ ഗുണമണ്ഡലം രജസ് തമസ് എന്ന് പറഞ്ഞ് ചക്രാകാരമായിട്ട് ഇങ്ങനെ കറങ്ങി 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 ചെയ്തുകൊണ്ടേയിരിക്കാം. ഒരു മോക്ഷം കിട്ടില്ല. മോഹക്ഷയമാണ് മോക്ഷം. മോഹക്ഷയം ഉണ്ടാവുകയില്ല രജസ്സും തമസ്സും കൂടുതൽ നിൽക്കുകയാണെങ്കിൽ. സത്വഗുണത്തിൽ മാത്രമേ ആ മോഹക്ഷയത്തിനുള്ള ഇതുള്ളൂ. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇനി ഭഗവാൻ പറയാണ്, ഈ ഓരോ ഗുണവും മറ്റു ഗുണങ്ങളെയും തിരസ്കരിച്ചിട്ട് പ്രധാന ഭാവങ്ങൾ കൈക്കൊണ്ടാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നാണ് അടുത്തതിൽ പറയാൻ പോണേ. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായത്തെ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിരുദ്ധം സത്വമിത്യയാ.
അസ്മിൻ ദേഹേ, ഈ ശരീരത്തില്, നമ്മുടെ ശരീരത്തിന് നവദ്വാരപുരം എന്നാണ് പറയുന്നത്. നമുക്ക് നവദ്വാരങ്ങളാണുള്ളത്. അതിലെ കൂടെയാണ് എല്ലാ ഇന്ദ്രിയ സ്ഥാനങ്ങളിലും, അവിടെ എല്ലാം പ്രകാശമാനമായിരിക്കണം. സത്വഗുണ പ്രധാനിയായിട്ട് ഒരാൾക്ക് ഈ 9 ദ്വാരങ്ങളിലും പ്രകാശമായിരിക്കും. അതായത് സത്വഗുണം തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. മനസ്സിലായില്ലേ? പ്രകാശവും വസ്തുബോധവും ഉണ്ടായിരിക്കും. വസ്തുബോധം എന്ന് വെച്ചാൽ ഈശ്വരബോധം, ആത്മീയ ബോധം. യഥാ ഉപജായതേ, അത് എല്ലാ ദ്വാരങ്ങളിലും എപ്പോഴുണ്ടാകുന്നുവോ അപ്പോൾ സത്വം വിവൃത്തം. അപ്പോഴാണ് സത്വം ഗുണം മറ്റു 2 ഗുണങ്ങളെയും കീഴ്പ്പെടുത്തി മുന്നിട്ട് നിൽക്കുന്നത്. സ്വാമി പറഞ്ഞു, സത്വഗുണം മുന്നിട്ട് നിൽക്കുന്നു, മറ്റത് അടക്കി വെക്കുന്നു. രജോ ഗുണം മുന്നിട്ട് നിൽക്കുന്നു, മറ്റേ 2നെ അടക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇതില് സത്വഗുണം എങ്ങനെയാണ് മുന്നിട്ട് നിൽക്കുന്നതാണ് ഈ പദ്യത്തിൽ വിവരിക്കുന്നത്. അതായത് ശരീരത്തിന്റെ എല്ലാ ദ്വാരങ്ങളിലും പ്രകാശമാകുമ്പോൾ, പ്രകാശവത്താകുമ്പോൾ, അപ്പോഴാണ് ഈ തീഷ്ണമായ പിന്നെ ബ്രഹ്മചര്യമൊക്കെ പിന്നെ ചെയ്യുന്ന ആൾക്കാര്, അങ്ങനെയുള്ള ആൾക്കാര് ബ്രഹ്മചര്യം, ധ്യാനം, അല്ലെങ്കിൽ സമാധി എന്നുള്ള അവസ്ഥകളിലൊക്കെ എത്തുന്നത് ഈ നവദ്വാരങ്ങൾ, നമ്മുടെ കണ്ണ്, മൂക്ക്, വായ, ചെവി, ഇങ്ങനെ എല്ലാ നവദ്വാരങ്ങൾ, ഇന്ദ്രിയങ്ങൾക്കൊക്കെ നവദ്വാരങ്ങളാണ്. ആ നവദ്വാരങ്ങൾ കൊണ്ടിട്ട് പ്രകാശവത്താക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത്. അപ്പൊ സത്വഗുണത്തിന് പ്രധാനം ഉണ്ടായിരിക്കും. അപ്പം സത്വഗുണം മറ്റ് 2 ഗുണങ്ങളെയും കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രകാശവും ജ്ഞാനവുമാണ് സത്വഗുണത്തിന്റെ ലക്ഷണം. ഹൃദയത്തിലും മറ്റ് ഇന്ദ്രിയ സ്ഥാനങ്ങളിലും തേജോമയമായ ഒരു പ്രസന്നത അഥവാ ശീതളത അനുഭവപ്പെടുന്നതാണ് പ്രകാശം. അതായത് നമ്മുടെ താഴെ നമുക്ക് പാദം ഉപസ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിസർജനേന്ദ്രിയങ്ങളും നമ്മുടെ പിന്നെ ലിംഗവും ഒക്കെ നമുക്ക് ദ്വാരങ്ങളാണ്. അവിടെയൊക്കെ പ്രകാശം എങ്ങനെയാ ഉണ്ടാവുക? അവിടെയൊക്കെ പ്രസന്നതയും ശീതളതയുമാണ്. അതായത് അവിടെ ഒന്നും ഒരു ഉത്തേജനമില്ലാതെ സത്യമായിരിക്കും. അതായത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കും. അപ്പൊ എന്ത് പറ്റും? വളരെ പ്രകാശവത്തായിട്ടിരിക്കും. അതായത് ആവരണമാണ്. ആവരണത്തിന് കട്ടി കുറഞ്ഞ് ആനന്ദ സ്വരൂപിയ ആത്മാവ് തെളിയുന്നതിന്റെ ലക്ഷണമാണ് അത്. ദേഹത്തിലെ ഇന്ദ്രിയ സ്ഥാനങ്ങളിലെല്ലാം ഈ ആത്മാനന്ദത്തിന്റെ പ്രകാശം വ്യാപിക്കുന്നതായി അനുഭവപ്പെട്ടാൽ മറ്റ് 2 ഗുണങ്ങളെയും കീഴ്പ്പെടുത്തിയിട്ട് സത്വഗുണം പെരുകിയിരിക്കുന്നു എന്ന് മനസ്സിലാവാം. ഈ ഇന്ദ്രിയ പ്രസ്ഥാനങ്ങളിലെല്ലാം തന്നെ ജ്ഞാന ഗുണാനുഭവം ഉണ്ടാവും. ഇവിടെ ജ്ഞാനമെന്നാൽ ശബ്ദവിഷയം കൊണ്ട് നമുക്കുണ്ടാവുന്ന ജ്ഞാനമല്ല. നമ്മൾ ജ്ഞാനം എന്ന് പറയുമ്പോൾ അറിവല്ല, അറിവിനെ പറ്റി അല്ല, ശബ്ദാദി വിഷയ ജ്ഞാനമല്ല. അതായത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ അറിയുന്ന, ഇന്ദ്രിയങ്ങളുടെ തന്മാത്രകളെ കൊണ്ട്, കാഴ്ച, കേൾവി, ശബ്ദം, സ്പർശം, അതിനെ കൊണ്ടൊക്കെ അറിയുന്ന ആ ജ്ഞാനത്തിനെ പറ്റി അല്ല ഇവിടെ പറയുന്നത്. അത് രജോ ഗുണത്തിലും തമോ ഗുണവർദ്ധനയിലുമാണ് അതുള്ളത്. ഇവിടെ എന്താണ് പ്രത്യേകത? നമ്മൾ വിഷയങ്ങളെല്ലാം അനുഭവിക്കുന്ന കൂടെ തന്നെ നമുക്ക് വസ്തുബോധം ഉണ്ടാവും. അതായത് ഭഗവാനെ സർവത്ര കാണുവാനായിട്ട് കഴിയുന്നു. ആ വസ്തുബോധം, സർവത്ര ഭഗവാനാണ് നിറഞ്ഞിരിക്കുന്നുള്ള വസ്തുബോധത്തിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. താൻ ഗ്രഹിക്കുന്ന എല്ലാ ശബ്ദാദി വിഷയങ്ങളും, ഇന്ദ്രിയങ്ങളിലൂടെ കൂടെ താൻ അനുഭവിക്കുന്ന എല്ലാം ബേസിസ് ആയിട്ടുള്ളത് എന്താണ്? അതിനെല്ലാം അടിസ്ഥാനം ഈ വസ്തുവാണ്, ഈ ഭഗവാൻ തന്നെയാണെന്നുള്ള അറിവ്. അതാണ് പിന്നെ സത്വഗുണയുടെ അഭിവൃദ്ധി നമുക്ക് മനസ്സിലാവുന്നത്. നിർവികൽപദശ വന്ന് സർവത്ര സമദർശനം എന്ന പൂർണ്ണത കൈവന്നിട്ടില്ല. അതിന് മുമ്പിലുള്ള ദശ വരെ നിൽക്കുകയാണ്. അപ്പം സമാധി ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ആ ധ്യാനം, സമാധി എന്നുള്ള ആ കാര്യങ്ങളിലൊക്കെ മുഴുകുകയാണെങ്കിൽ നിർവികൽപ സമാധി വരെ എത്താം. അപ്പൊ പൂർണ്ണമായിട്ട് ആനന്ദത്തിലും പൂർണ്ണമായ സത്വം, അതായത് വസ്തുവിനെ പൂർണ്ണമായിട്ട് അറിയുന്ന ആ സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. അതാണ് പറയുന്നത്. രജോ ഗുണം മറ്റു രജങ്ങളെ കീഴ്പ്പെടുത്തുമ്പോ എന്താണ് ഉണ്ടാവുന്നത്? ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാമശുഭ രജസേതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. ഭരതർഷഭ എന്ന് വെച്ചാൽ ഭാരതത്തിലുള്ളവരിൽ ശ്രേഷ്ഠനായവൻ എന്നാണ് വിളിക്കുന്നത്. ഭാരതവംശത്തിൽ ജനിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠനായ അർജുന. ലോഭം, അതായത് ലോഭം എന്ന് വെച്ചാൽ എന്താ പറയുക? ധനസമ്പാദനത്തിനുള്ള ആർത്തി. അതിന്റെ കൂടെ ധനം ചെലവഴിക്കാതിരിക്കാനുള്ള ആർത്തിയുമുണ്ട്. അവിടെ ധനം സമ്പാദിച്ചു കൂട്ടും, അത് വേണ്ടപ്പം വേണ്ട സമയത്ത് ചെലവഴിക്കില്ല. അതിനാണ് ലോഭം എന്ന് പറയുന്നത്. സൂക്ഷിച്ചു വെക്കാനും ശേഖരിക്കാനുള്ള കൗതുകം, പ്രവൃത്തി, അതിനു വേണ്ടിയിട്ട് പകൽ ഒന്നിനും സമയമില്ല. ഈ ധനസമ്പാദനത്തിനല്ലാതെ വേറെ ഒന്നിനും സമയമില്ല. നമ്മുടെ
കലികാലത്ത് നമ്മൾ ഉൾപ്പെടെ കൂടുതൽ 99% ആൾക്കാരും രജോ ഗുണ പ്രഭാവത്തിൽ തന്നെ. 50% ആൾക്കാർ രജോ ഗുണം, 25% ആൾക്കാര് തമോ ഗുണം, അല്ലെങ്കിൽ 50 ഗുണം തമോ ഗുണം, 25 രജോ ഗുണം, 25 അല്ല 45 രജോ ഗുണം, 5% കാണുള്ളൂ സത്വഗുണ പ്രധാനികളായിട്ട് ഇപ്പോഴത്തെ കാലത്ത്. എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? പണത്തിനും പകട്ടിനും അതിനും ഇതിനും ഒക്കെയല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങുക, കർമ്മണാം അക്ഷര, ഒരിക്കലും അതിവരാത്ത കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, വ്യാകുല സ്പൃഹ, തീരാത്ത ഭൗതിക തൃഷ്ണ, ഇതൊക്കെയാണ് രജോ ഗുണം വർദ്ധിച്ചു നിൽക്കുന്നതിന്റെ ലക്ഷണങ്ങൾ. ഭാരതവർഷത്തിൽ ജനിച്ച ശ്രേഷ്ഠനായ അർജുന, ധനസമ്പത്ത് വേണ്ടിടത്ത് വേണ്ട പോലെ ചിലവഴിക്കാതെ സൂക്ഷിച്ചു വെക്കാനും കൂടുതൽ ശേഖരിക്കാനുമുള്ള കൗതുകം, അതിനുവേണ്ടി രാപ്പകൽ കർമ്മം ചെയ്യും. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ നമ്മുടെ വലിയ വലിയ ധനവാന്മാരെ ഒരു നയാ പൈസ ഭിക്ഷ കൊടുക്കുപോലുമില്ല, ആർക്കും ഒരു സഹായം ചെയ്യാത്ത എത്രയോ പണക്കാരുണ്ട് നമ്മുടെ നാട്ടില്, നമ്മുടെ പരിചയത്തിലൊക്കെ തന്നെ. ആർക്കും ഒരു സഹായവും ചെയ്യില്ല. അങ്ങനെയുള്ളവർ അവർക്ക് പണം കൂട്ടി 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 വെച്ച് അതിലാണ് അവർ തൃപ്തി കാണുന്നത്. അപ്പൊ ആ പണം അങ്ങനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങുക, ഒരിക്കലും മതിവരാത്ത കർമ്മ വ്യാകുലത, തീരാത്ത ഭൗതിക തൃഷ്ണ, ഇതൊക്കെയാണ് രജോ ഗുണം വർദ്ധിച്ചാലുള്ള ലക്ഷണങ്ങൾ. വിവൃദ്ധം രജഹ, തൃഷ്ണ, സംഘം എന്നിവയിൽ നിന്നാണ് രജസ് ഉത്ഭവിക്കുന്നത്. സംഘം എന്ന് വെച്ചാൽ കൂടിച്ചേരൽ, അടക്കിപ്പിടിക്കൽ. തൃഷ്ണ എന്ന് വെച്ചാൽ അറിയാലോ, തീവ്രമായ മോഹം, അതിനാണ് തൃഷ്ണ, ആഗ്രഹം. രാഗമാണ് അതിന്റെ സ്വരൂപം. അത് രാഗം, അനുരാഗം എന്ന് വെച്ചാൽ എന്താണ്? അതിനോടുള്ള അഭിവാഞ്ച, അതിനാണ് രാഗം എന്ന് പറയുന്നത്. കർമ്മം കൊണ്ടത് ജീവനെ ബന്ധിക്കുന്നു. ഇത്രയും കാര്യം ഇങ്ങനെയുള്ളത് രജസ് വളർന്ന് പ്രാധാന്യമായാലോ രാഗം ലോഭമായി മാറും. ഈ ഈ മോഹം തന്നെ ലോഭമായിട്ട് മാറും. എന്നിട്ട് പിന്നെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ചെലവഴിക്കാനുള്ള ഒന്നും ചെയ്യില്ല. കഴിയുന്നിടത്തോളം കുറച്ച് ചെലവാക്കാൻ നോക്കുള്ളൂ. ചെലവാക്കേണ്ടി വന്നാൽ പിന്നെ ഭയങ്കര ദുഃഖമാണ്. മനസ്സിലായില്ലേ? സമ്പത്തിന്റെ അളവ് വർദ്ധിക്കുന്നുണ്ടോ എന്ന് നിരന്തരം കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കും. അത് കാത്തു സൂക്ഷിക്കുന്നതിൽ പിന്നെ മാനസികമായ സംതൃപ്തി ഉണ്ടാകും. ഇതൊക്കെയാണ് ലോഭത്തിന്റെ ലക്ഷണങ്ങൾ. സദാ ജോലി തിരക്ക്, ഈ ഒന്നിനും സമയമില്ല. അവന് ഭജനയ്ക്ക് വരുന്നു, അയ്യോ എനിക്ക് ഒട്ടും സമയമില്ല കേട്ടോ, എനിക്ക് ക്ലാസ്സിന് അറ്റൻഡ്, അയ്യോ എനിക്ക് തീരെ സമയമില്ല കേട്ടോ, എനിക്ക് വരാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണ് ഈ രജസ് പ്രധാനമായിട്ട് നിൽക്കുന്ന ആൾക്കാർ. അവർക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും ഈ പണവും പണത്തിന്റെ കണക്കുകൂട്ടലും അത് തന്നെയാണ് അവരുടെ ശ്രദ്ധ. അവർക്ക് വിശ്രമിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. ധനാഗമ മാർഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം, കർമ്മസംഘം എന്നിവ വളരും. ഇതിന്റെയൊക്കെ ഫലമായിട്ട് നീണ്ടു പോകുന്ന തൃഷ്ണ, അത് പ്രളയകാലം, അതായത് മരണം വരെ ഈ കർമ്മത്തിന് അവസാനമില്ല, ഈ തൃഷ്ണയ്ക്കും അവസാനമില്ല. അതില് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകും തോറും അതിൽ അഭിമാനം വർദ്ധിച്ച് അത് പ്രൗഡാവും, വളരെ അഭിമാനം വർദ്ധിച്ച്. അപ്പം ഈ രജസ് ഇങ്ങനെ കൂടി 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 വരുമ്പോ എന്താവും? രാവണന്റെ ഒക്കെ അവസ്ഥ വരും, തമസ്സിലേക്ക് പതിച്ചു പോകും. രജസ് കൂടി കൂടി കൂടിയാണ് തമസ്സിലേക്ക് പതിച്ചു. അതുകൊണ്ട് എങ്ങനെയാണ് അതിനെ തടയാൻ പറ്റുക? അതിനിടയിൽ കൂടെ ഈശ്വര ബുദ്ധി വളർത്തിയെടുത്താൽ മാത്രമേ രജസ്സിൽ നിന്നും തമസ്സിലേക്കുള്ള പതനത്തെ ഇല്ലാതെയാക്കാൻ പറ്റൂ. രജസ്സിൽ നിന്നും തമസ്സിലേക്ക് പതിക്കാതെ ഇരിക്കണമെങ്കിൽ ഈശ്വര ബുദ്ധി ഉണ്ടാവണം. ഈശ്വര ബുദ്ധി വളർത്തി സ്വയം നിയന്ത്രിച്ച് ദൃഢമായി ആ ഈശ്വര ബുദ്ധി അഭ്യസിക്കുകയാണെങ്കിൽ മാത്രമേ ആ പതനം ഒഴിവാക്കുവാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി തമോ ഗുണമാണ് മുൻപിട്ട് നിൽക്കുന്നതോ? അപ്രകാശോ അപ്രവൃത്തിശ്ച പ്രമാദോ മോഹ ഏവ ച തമസ്സേതാനി ജായന്തേ വിവൃദ്ധേ ഗുരുവന്ദന. ഗുരുനന്ദന, അല്ലയോ കുരുവംശത്തിന്റെ പുത്ര, അപ്രകാശ, അതായത് പ്രകാശിക്കുന്നത് സത്വമാണ്. ഇവിടെ തമസ്സാണ്. തമസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇരുട്ടെന്നാണ് അർത്ഥം. തമസിന്റെ അർത്ഥം തന്നെ ഇരുട്ടാണ്. അപ്പൊ ഇവിടെ പ്രകാശം എന്നൊരു സംഗതി ഇല്ല. പിന്നെയോ അപ്രവൃത്തി, രജസിന്റെ കർമ്മതൃഷ്ണയില്ല, ഒന്നും ചെയ്യാൻ വയ്യ, ആലസ്യം, അതാണ്. വ്യാകുലതയില്ല, കർമ്മം ചെയ്യാനുള്ള യാതൊരു ആഗ്രഹവും ഇല്ല. കണ്ടിട്ടില്ല ഒരുപാട് പേരെ അങ്ങനെ മടിയന്മാരായിട്ട് ഇങ്ങനെ കിടക്കും, ഒന്നും ചെയ്യാതെ. നമ്മുടെ നാട്ടില് ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അങ്ങനെ, ചുമ്മാതെ വഴിവെക്കലും അവിടെ ഇവിടെ ഇരുന്ന് സമയം കളയണം. ഒരുപാട് പേരെ കണ്ടിട്ടില്ലേ? അവർ ഈ തമസിൽപ്പെട്ടിട്ടാണ്.
പ്രമാദ, അതായത് അവരങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? സമയം വെറുതെ കൈ കിടക്കുകയാണ്, കാര്യമായിട്ടൊരു പ്രവൃത്തിയും ചെയ്യാത്തിരിക്കുമ്പോ എന്ത് പറ്റും? പ്രമാദത്തിലേക്ക് പോകും. അതായത് തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് വഴുതി വീഴും. അതിന്റെ കൂടെ മോഹം, എപ്പോഴും എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ലാത്ത പരിഭ്രമം, അല്ലാതെ ഭ്രമത്തിനാണ് മോഹം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ തമസ് കൂടി നിൽക്കുന്നവരിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. സത്യത്തിന്റെ പ്രകാശവുമില്ല, രജസിന്റെ കർമ്മവ്യാപകതയുമില്ല, തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ട് അലസരായിട്ട് ഒന്നിനും ഒരു നിശ്ചയമില്ലാതെ പരിഭ്രമത്തോടു കൂടി ഇരിക്കുന്നതാണ് തമോ ഗുണത്തിന്റെ ലക്ഷണം. വിവൃദ്ധം തമഹ, സത്യത്തെയും രജസ്സിനെയും കീഴ്പ്പെടുത്തിയിട്ടാണ് തമസ് വളരുന്നത്. അപ്പോൾ പ്രകാശവും പ്രവൃത്തിയും തമസിൽ അപ്രധാനമായി തീരുന്നു. അതായത് തമസിൽ പ്രവൃത്തിയുമില്ല, പ്രകാശവുമില്ല, അത് ഇരുട്ടാണ്, അവിദ്യയാണ്. മനസ്സിലായില്ലേ? അതിനെ സത്യത്തിലേക്ക് തിരിച്ചു വിട്ടില്ലെങ്കിൽ വരാവുന്ന പരിണാമ പ്രക്രിയയാണ് തമസിന്റെ വർധന എന്ന് പറയുന്നത്. ജഗത്ത് സത്യമെന്തെന്ന കാര്യം കൂടുതൽ കൂടുതൽ മറഞ്ഞു പോകുന്നതാണ് തമസ്. അതോടെ ജഡങ്ങൾ മാത്രമാണ് സത്യമെന്നുറച്ച് ബുദ്ധി മോഹിച്ചു പോകുന്നു. പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം മാത്രമാണ് സത്യം എന്ന് വിചാരിച്ചിട്ട്. ജഡം എന്ന് പറയുന്നത് ഈ ജഡപ്രപഞ്ചം, നമ്മുടെ എല്ലാ ശരീരങ്ങളും എല്ലാത്തിനെയും ജഡം എന്ന് പറയാം. അപ്പൊ എന്ത് പറയണു? ജഡബദ്ധമായി വർദ്ധിപ്പിക്കാനുള്ള വെമ്പലിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാന്നുള്ള ആ വിവേചന ശക്തി നഷ്ടപ്പെടും താമസിൽ പെട്ടവർക്ക്. അതോടെ എന്ത് പറ്റും? വിവേചന ശക്തി ഇല്ലെങ്കിൽ നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയില്ലെങ്കിൽ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് വഴുതി വീണുകൊണ്ടേയിരിക്കും. അങ്ങനെ പതനങ്ങൾക്ക് ചുറ്റുപാടിൽ നിന്ന്, അപ്പൊ അങ്ങനെ പതിക്കുമ്പോ ചുറ്റുപാടുള്ളവർക്ക് അവിടെ നിന്നും ഭയങ്കരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. പ്രത്യാഘാതം ഉണ്ടാകുമ്പോൾ അത് താങ്ങാൻ മനസ്സിന് കൽപ്പില്ല. അപ്പൊ എന്ത് വേണം? അത് താങ്ങാനായിട്ടുള്ള വഴികൾ ആലോചിക്കും. ആ വഴികൾ എന്താണ്? അതിനെ മനസ്സിനെ മറപ്പിക്കുവാനുള്ള വഴികൾ, മനസ്സിനെ ഈശ്വര ചിന്തയിലൂടെ മറയ്ക്കുവാൻ, ഒരു ബോധത്തോടുകൂടി ബോധത്തിലിരുന്ന് സമാധിയിലിരുന്ന് മറയ്ക്കുവാനൊരു സത്വഗുണ പ്രധാനമായ ഒരു പ്രക്രിയയുണ്ട്. പക്ഷെ അത് തമസിലില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? മദ്യപാനം, അല്ലെങ്കിൽ എങ്ങനെയുള്ള തെറ്റായ കഞ്ചാവടി. അപ്പൊ കുറച്ച് സമയത്തേക്ക് മനസ്സിനെ മറന്ന് മനസ്സിനെ വേറൊരു തലത്തിലേക്ക് ഉയർന്നു എന്നൊക്കെ ഭാവിക്കുകയാണ്. പക്ഷെ അതിന്റെ കെട്ടുവിടുമ്പോ വീണ്ടും അതേ അവസ്ഥയാവും. അപ്പൊ വീണ്ടും അതിലേക്ക് വഴുതി വീണും. അങ്ങനെയാണ് ഇവര് പിന്നെ ഓരോന്ന് ഒട്ടും പിന്നെ ഇതില്ലാതെ പിന്നെയും പിന്നെയും പ്രമാദത്തിലേക്ക്, തെറ്റിലേക്ക് വഴുതി വീണുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഭാഗ്യവശാൽ ഏതെങ്കിലും ഒരു സംഭവത്തിന്റെയോ ഒരാളുടെയോ സംസർഗം കൊണ്ടോ, ഒരു സംഭവം ഉണ്ടാവുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു പ്രഭാഷണം കേട്ടിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് നന്നാവുന്നവരുണ്ടല്ലോ. അപ്പൊ അതൊക്കെ സ്വധർമാനുഷ്ഠാനത്തിന്റെ ഒപ്പം ഈ സത്സംഗത്തിലൂടെയും അല്ലെങ്കിൽ ഈശ്വരബോധത്തിലൂടെയും ഈശ്വര വിശ്വാസം അതിലും കൂടെയൊക്കെ തുടങ്ങാമെന്നുണ്ടെങ്കിൽ അപ്പോഴ് ഈ ബുദ്ധിക്ക്, ഈ തമസിന്റെ ബുദ്ധി, അതായത് ഇരുട്ടിന്റെ നിന്ന് പതുക്കെ പ്രകാശത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ തമസോമാ ജ്യോതിർഗമയ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ തമസ്സിൽ നിന്ന് വീഴരുതേ ഭഗവാനെ, നമ്മളെ ജ്യോതിസിലേക്ക് നയിക്കണേ. ജ്യോതിസ് എന്ന് പറഞ്ഞാൽ സത്വഗുണമാണ്. അതിലേക്ക് മടങ്ങാനുള്ള മാർഗം അത് മാത്രമേ ഉള്ളൂ. സ്വയം തന്നെ ചെയ്യണം. സ്വയം തെറ്റിലേക്ക് വഴുതി വീഴാതെ തന്നെ തെറ്റുന്ന ചെയ്യാണ് ആരെങ്കിലും പറഞ്ഞു കേട്ടാലെങ്കിലും, അച്ഛനോ അമ്മയോ സുഹൃത്തുക്കളോ ടീച്ചർമാരോ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടാവും. ആരുടെങ്കിലും ഒരു വാക്ക് കേട്ടാൽ അതിന് ഇഫക്റ്റ് ഉണ്ടായാൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ രക്ഷപ്പെടില്ല. അത്രേ ഉള്ളൂ. യഥാ സത്വേ പ്രവൃദ്ധേതു പ്രളയം യാതി ദേഹഭൃത് തദോത്തമവിദാം ലോകാം അമലാൻ പ്രതിപദ്യതേ. ദേഹഭൃത്, അതായത് ദേഹഭൃത് എന്ന് വെച്ചാൽ ദേഹത്തെ ഭരിക്കുന്നവൻ. അതാരാണ്? ജീവനാണ് ദേഹത്തിനെ. ഭൃത് എന്ന് വെച്ചാൽ ഭരിക്കുന്നവൻ. അപ്പൊ ദേഹത്തെ ഭരിക്കുന്നവൻ ജീവനാണ്, ജീവാത്മാവ്. യഥാ സത്വേ പ്രവൃദ്ധേതു, സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ പ്രളയം യാന്തി ത്വാം. പ്രളയം എന്ന് വെച്ചാൽ ഇവിടെ മരണം എന്നാണ് അർത്ഥം. നമ്മുടെ പ്രളയം എന്താണ്? നമ്മുടെ മരണം. നമ്മുടെ മരണം പ്രാപിക്കുകയാണെങ്കിൽ, അതായത് സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് ഒരാള് മരിക്കുകയാണെങ്കിൽ, ഒരാളുടെ മരണം സംഭവിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ഉത്തമവിധാം, സത്യം അറിയുന്നവരുടെ, അമലാൻ ലോകാൻ, പരിശുദ്ധ ലോകങ്ങളിൽ പ്രതിപദ്യതേ,
എത്തിച്ചേരുവാൻ ഇടയാകുന്നു. അപ്പൊ എപ്പോൾ മരണം സംഭവിച്ചാലാണ് നമുക്ക് നല്ല ലോകങ്ങളിൽ എത്തുവാനായിട്ട് സാധിക്കുക? ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തണമെങ്കിൽ സത്വഗുണ പ്രധാനമായിരിക്കുന്ന സമയത്ത്, നമ്മൾ സത്വഗുണത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് മരിക്കുകയാണെങ്കിൽ ജീവൻ മരണം പ്രാപിച്ചാൽ സത്യം അറിയുന്നവരുടെ, അതായത് സത്യം അറിഞ്ഞ മഹാന്മാരുടെ, മഹത്തുക്കളുടെ, പിന്നെ മോക്ഷം പ്രാപിച്ചവരുടെ പരിശുദ്ധ ലോകങ്ങളിൽ ചേരുവാൻ ഇടയാകുന്നു. ഉത്തമവിധാം ലോകാൻ, ഉത്തമവിധാം ലോകം എന്ന് വെച്ചാൽ ഉത്തമമായ ആൾക്കാരിലെ, ഉത്തമന്മാരായ ആൾക്കാരുടെ ലോകം. അതെന്താണ്? പരമസത്യത്തോട് തൊട്ടു നിൽക്കുന്ന അനുഭവ ദശയാണ് സത്വഗുണാഭിവൃത്തി. അതായത് ഈശ്വരനിലേക്ക് പോകാൻ ഇത്തിരി ഗുണം മതി, ഒന്നും കൂടെ ശ്രമിച്ചാൽ മതി. സത്വഗുണ പ്രധാനിയായ ഒരാൾക്ക് സാധനങ്ങളൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ചാൽ മതി. അത്രയ്ക്ക് മനസ്സിന് ഒന്നും കൂടെ ബലം കൊടുത്താൽ ഈശ്വരപ്രാപ്തി ഉണ്ടാവും, മോക്ഷമുണ്ടാവും. അത്രയ്ക്ക് അടുത്ത് നിൽക്കുകയാണ്. വസ്തുബുദ്ധിക്ക് വ്യക്തമായി തെളിയുന്ന അവസ്ഥ, വസ്തു എന്ന് വെച്ചാൽ ഈശ്വരൻ അല്ലെങ്കിൽ പരമാത്മാവ് അല്ലെങ്കിൽ പരബ്രഹ്മം, പരബ്രഹ്മനെ തെളിയുന്ന അവസ്ഥ സത്വഗുണാവസ്ഥയാണ്, പ്രകാശത്തിന്റെ അവസ്ഥയാണത്. ആ അവസ്ഥയിൽ പെട്ടെന്ന് തെളിയാൻ പറ്റും. അതുകൊണ്ട് സത്വാഭിവൃദ്ധിയിൽ പറഞ്ഞല്ലോ, ഇന്ദ്രിയാദികളെല്ലാം പ്രകാശം കൊണ്ടും ജ്ഞാനം കൊണ്ടും നിറയുമല്ലോ. അതുകൊണ്ട് ബുദ്ധിക്ക് വ്യക്തമായ വസ്തുബോധമുണ്ടായാൽ ആ സമയത്ത് ദേഹം വെടിഞ്ഞാൽ ദേവയാന മാർഗത്തിലൂടെ പരിശുദ്ധങ്ങളായ ദിവ്യ ലോകങ്ങൾ കടന്ന് ക്രമമുക്തി കൈവരിക്കാം, മുക്തി കൈവരിക്കാം. ക്രമമുക്തി എന്ന് പറയുന്നത് ദേവയാന മാർഗത്തിലൂടെ ഒരുപാട് ലോകങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറയാറില്ലേ, പല ലോകങ്ങളിലൂടെ പോയിട്ട് വേണം മുക്തിക്ക് പ്രാപിക്കാനായിട്ട്. അപ്പൊ ഉത്തമരായ ആൾക്കാർക്ക്, ഉത്തമന്മാരെന്ന് ഇവിടെ പറയുന്നത് സത്യബോധമുള്ളവരെ, അതായത് ഈശ്വര സാക്ഷാത്കാരം നേടിയവരെ, സത്വബുദ്ധികളായിട്ടുള്ളവർ, അവരുടെ പിന്നെ പരിശുദ്ധ ലോകങ്ങൾ ക്രമമുക്തിയിൽ കടന്നു പോകാനുള്ള ലോകങ്ങളാണ്. ഈ സത്വബുദ്ധിയുടെ സാക്ഷാത്കാരത്തോടെ വസ്തുബോധമുള്ളവരായി തീർന്ന് അവർ മുക്തിക്ക് അർഹരായിത്തീരുന്നു. ഇനിയും സത്വഗുണാഭിവൃദ്ധി ക്രമമുക്തിക്ക് അർഹമായ നിലയിൽ എത്തിയിട്ടില്ലെങ്കിലോ ഒരു പക്ഷേ അത് മരിക്കുന്ന സമയത്ത് ആ സത്വബുദ്ധി ആ മോക്ഷപ്രാപ്തിക്കുള്ള ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല, ആ തലത്തിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞു ഭഗവാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ യോഗിമാരുടെ കുലത്തിലൊക്കെ ചെന്ന് നല്ല ശ്രേഷ്ഠമായ കുലങ്ങളിൽ പോയി ജനിക്കും. ബാക്കിയുള്ള ജന്മം, അതായത് ആ ലോകത്തില് മുക്തിക്കുള്ള ക്രമമുക്തിക്കുള്ള ലോകത്തിൽ എത്തിപ്പെടുവാനുള്ള അത്രയ്ക്ക് സത്വഗുണം വന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റും? അതുകൊണ്ട് വീണ്ടും ഒരു ജന്മം എടുക്കുമ്പം ആ ജന്മത്തില് നല്ല കുടുംബങ്ങളിൽ നല്ല യോഗികളും നല്ല ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചവരുടെയും അങ്ങനെയൊക്കെ ഉള്ളവരുടെ വന്നിട്ട് ജനിക്കാനായിട്ട് ഇടവരും. അപ്പൊ മനസ്സിന്റെ ഗുണഘടന മരണവേളയിൽ എന്തായിരിക്കുന്നുവോ അതായിരിക്കും അനന്തര ജന്മത്തിന്റെ സ്വരൂപം. നമ്മൾ ഏത് ഗുണത്തിലാണ്, സത്വഗുണോ രജോ ഗുണോ തമോ ഗുണോ, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ ഏത് ഗുണത്തെയാണ് പ്രാപിച്ചിരിക്കുന്നത്, ഏത് ഗുണത്തിലാണ് തീക്ഷ്ണമായിട്ട് നിൽക്കുന്നത്, ആ സമയത്ത് ഏത് ഗുണത്തിലാണോ നമ്മൾ മരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫലമാണ് കിട്ടുന്നത്. ഭഗവാൻ പറയുന്നു, സത്വഗുണം തീക്ഷ്ണമായിട്ടിരിക്കുമ്പോൾ മരിക്കുകയാണെങ്കിൽ ക്രമമുക്തിക്ക് മാർഗത്തിലേക്ക് പ്രവേശിക്കാം. ഇനി അഥവാ അത് കുറച്ച് ലെവൽ താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ പേടിക്കണ്ട, അടുത്ത ജന്മത്തിൽ ക്രമമുക്തിക്കുള്ള ഭാഗ്യം ഉണ്ടാവാനായിട്ട് അങ്ങനെയുള്ള അവസ്ഥകളിൽ, അങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ ജന്മം കിട്ടും. അതാണ് എപ്പോഴും ഈശ്വര വിചാരവും യോഗവും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഭവനങ്ങൾ വന്നിട്ട് ഈ ജീവാത്മാവ് ജനിക്കും. അപ്പൊ പിന്നെ ബാക്കിയുള്ള നേടിയെടുക്കാനുള്ള ആ തലം കൂടെ നേടിയെടുത്തിട്ട് ഈ ജന്മത്തിൽ മുക്തനാവാൻ സാധിക്കും. അതാണ് ക്രമമുക്തി കിട്ടും. അതാണ് ഭഗവാൻ പറയുന്നത്. രജസി പ്രളയം ഗത്വാ കർമ്മസംഗിഷു ജായത്തെ തഥാ പ്രലീനസ്തമസി മൂഢയോനിഷു ജായത്തെ. ഈ ശ്ലോകത്തില് രജസ്സിൽ മരിക്കുമ്പോൾ എന്തുണ്ടാവുന്നു, തമസ്സിൽ മരിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? തമോ ഗുണ പ്രധാനമായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചാൽ എന്ത് സംഭവിക്കുന്നു? നമുക്ക് പുനർജന്മം എങ്ങനെയായിരിക്കും? അതുപോലെ രജോ ഗുണത്തിലാണ് നമ്മൾ മരിക്കുന്നെങ്കിൽ നമ്മുടെ പുനർജന്മം എങ്ങനെയായിരിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. രജോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ ജീവൻ ദേഹം ഉപേക്ഷിക്കാൻ ഇട വന്നാൽ സംഘബദ്ധന, അപ്പൊ നമുക്ക് നമ്മുടെ ബന്ധം വിട്ടിട്ടില്ല. നമുക്ക് ആ സംഘം എന്ന് പറയുന്നതാണ് ഒന്നിനോടുള്ള മമത വിട്ടിട്ടില്ല. അപ്പൊ നമുക്ക് മമതാബദ്ധരാണ് നമ്മൾ. അതുകൊണ്ട് എന്ത് പറയുന്നു, കർമ്മം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ചെന്ന് ജനിക്കും. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഭവനങ്ങളിൽ ചെന്ന് ജനിക്കാനായിട്ട് ഇടവരും.
അതുപോലെ തന്നെ തമോ ഗുണമാണ് വർദ്ധിച്ചിരിക്കുമ്പോൾ ദേഹം വെടിഞ്ഞാലോ, ജീവൻ ജനിക്കുന്നത് എവിടെയാണ്? തീരെ വിവേകമില്ലാത്ത മനുഷ്യകുലങ്ങൾ, ഒരു തരത്തിലും യാതൊരു തരത്തിലുള്ള വിവേകമോ അറിവോ അല്ലെങ്കിൽ ഈ സത്വഗുണമോ രജോ ഗുണമോ ഒന്നുമില്ലാത്തവരുടെ തമോ ഗുണ പ്രധാനികളായ ആൾക്കാരുടെ വീട്ടിൽ ചെന്ന് ജനിക്കും. നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ, നമുക്ക് നല്ലപോലെ ചുറ്റുമൊന്ന് നോക്കിയാൽ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ മനസ്സിലാവും. അതെല്ലാം അങ്ങനെയാണ് ജനിക്കാൻ ഇടവരിക. അല്ലെങ്കിലോ, അതിനുമില്ലെങ്കിൽ ജന്തുക്കളായിട്ടും പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും ഒക്കെ ജനിക്കും. അതിനേക്കാളും മോശമാണ് തമോ ഗുണമെങ്കിൽ മനുഷ്യരായാലും പോയിട്ട് ജനിക്കാൻ പറ്റില്ല. അതിനേക്കാളും തമോ ഗുണത്തിൽ ജനിച്ചാൽ പോലും സത്സംഗം കൊണ്ട് ഈശ്വരപ്രാപ്തി കൊണ്ട് ആരുടെയെങ്കിലും ഒരു വാക്കോ ഉപദേശമോ ശ്രദ്ധിക്കുന്നുണ്ടോ ഉയരാനുള്ള മാർഗം ഉണ്ടെന്ന് ഭഗവാൻ ഇതിനു മുമ്പ് പറഞ്ഞു. പക്ഷേ ഈ മരിക്കുമ്പോ തമോ ഗുണമാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ അതിനൊന്നും വഴിയില്ല. തമോ ഗുണ പ്രധാനികളായ ആൾക്കാരുടെ മനുഷ്യജന്മം എടുക്കും, അല്ലെങ്കിൽ അതിലും നീചമായ മൃഗജന്മം എടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. കർമ്മസംഖികളും മൂഢയോനി, അത് മൂഢയോനി എന്ന് പറയുന്നതാണ്. മൂഢ എന്ന് വെച്ചാൽ ഇവിടെ ഒരു വെളിച്ചവുമില്ലാത്ത മൂഢമായ യോനിയാണ്. പിന്നെ ജന്മസ്ഥാനമാണ് ഈ തമസിന്റെ ആൾക്കാർക്ക് ലഭിക്കാൻ പോണത്. പിന്നെ രജസിന്റെ ആൾക്കാർക്ക് കർമ്മം ചെയ്യാനുള്ള അവസരം, അതിന് കൂടുതൽ കർമ്മബദ്ധരും കർമ്മത്തിൽ പിന്നെ അവര് മമതയുള്ളവരുമാണ്. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജനിക്കാനുള്ള അവസരം കിട്ടും. ഭഗവാനെ മറന്ന് ഭൗതിക കർമ്മങ്ങളുടെ ഫലത്തിൽ തന്നെ ബുദ്ധി ഉറച്ചു പോകുന്നതാണ് കർമ്മസംഘം. കർമ്മസംഘം നമ്മൾ എത്രയോ പ്രാവശ്യം കർമ്മം ഉപേക്ഷിക്കുന്നതാണ് യോഗവൃത്ത് എന്ന് പറയുന്നത് അല്ലെ. യോഗവൃത്ത് എന്ന് പറയുന്ന ആരെയാണ്? കർമ്മ ഫലം ത്യാഗം ചെയ്തവരെ. പക്ഷെ ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട് കർമ്മഫലത്തിനെയൊക്കെ അവർ ഭഗവാന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെയാണ് യോഗവ്യക്തുക്കൾ ഉണ്ടാകുന്നത്. ഇവിടെ എങ്ങനെയാണ്? ഭൗതിക കർമ്മങ്ങളിൽ ചെയ്യുമ്പോൾ അതിന്റെ ഫലത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ അങ്ങോട്ട് മറന്നു. അങ്ങനെയുള്ളവർക്ക് കർമ്മസംഘം ഉണ്ടാവും, കർമ്മത്തോട് ആസക്തി ഉണ്ടാവും, കർമ്മത്തോട് മമത ഉണ്ടാവും. ഭഗവാനെ മറന്നുള്ള ഫലസംഘം കൊണ്ട് രജോ ഗുണം 10 മടങ്ങ് ശക്തിയായി തീരും. തുടർന്ന് വീണ്ടും കർമ്മം ചെയ്യാനുള്ള പ്രേരണ. ഭോഗത്തിനായി കർമ്മം ചെയ്യുക, കർമ്മം ചെയ്യാനായി ഭുജിക്കുക. ഇവിടെ കർമ്മവും ഭോഗവും ഇങ്ങനെ പരസ്പരം, അതായത് ഭോഗവസ്തുക്കൾ ആസ്വദിക്കാനായിട്ട് കർമ്മം ചെയ്യുന്നു. അതായത് 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടി പണി ചെയ്യുന്നു. പണി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 10 രൂപ ഉണ്ടാക്കാനായിട്ട് വീണ്ടും പണി ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് പറയുന്നത്. അപ്പോ അപ്പൊ ഒരാൾ പറഞ്ഞു, ഒരാള് ഒരു സ്ഥലത്ത് ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഒരുത്തൻ വന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ചുമ്മാതെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് 10 വിറകെങ്കിലും എടുത്ത് അടുക്കി വെച്ചൂടെ? പറഞ്ഞു, ഇപ്പൊ ഞാൻ 10 വിറക് അടുക്കി വെച്ചിട്ട് ഞാൻ എന്ത് വേണം? ഞാൻ ഇവിടെ ചുമ്മാ സുഖമായിട്ടിരുന്ന് ഉറങ്ങുകയല്ലേ, നല്ല റെസ്റ്റ്ഫുൾ ആയിട്ട് തന്നെ വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയല്ലേ. ഞാനിപ്പോ വിറകെടുക്കാൻ പോണ എന്തിനാ? അതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടം ഉണ്ടാകുന്ന? വിറക് അടുക്കി വെച്ചാൽ അത് ചന്തയെ കൊണ്ടുപോയി വിൽക്കാം, എന്നിട്ട് ചന്തയിൽ കൊണ്ട് വിട്ടാൽ പണം കിട്ടും. എന്നിട്ട് പണം കിട്ടിയാൽ വീണ്ടും വന്ന് കുറച്ചും കൂടെ വിറക് വാങ്ങിച്ച് കുറച്ചും കൂടെ വിൽക്കാം. എന്നിട്ട് കുറച്ചും കൂടെ വിട്ടാൽ കുറച്ചും കൂടെ പണം കിട്ടും. അപ്പൊ ജോലിക്കാരെ നിർത്തി വിറകെടുക്കാം, ഒരുപാട് ഉണ്ടാക്കാം, അങ്ങനെ ബിസിനസ് വർദ്ധിപ്പിക്കാം. എന്നിട്ട് അവസ്ഥ നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാം. ഇപ്പൊ ഞാൻ സുഖമായിട്ട് ഉറങ്ങുകയല്ലേ, പിന്നെ എനിക്ക് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? അതാണ് സത്വഗുണപ്രധാനിയായ ഒരാളെ ലോഭത്തിലൂടെ വഴിച്ചിഴച്ച് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് പറയുകയാണ്. പക്ഷെ ഓൾറെഡി അയാള് സമാധാനമായിട്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഭഗവാനെ മറന്ന് കർമ്മം മാത്രം ചെയ്യുന്ന ആൾക്കാര് ഭോഗത്തിനായിട്ട് കർമ്മം ചെയ്യും, കർമ്മത്തിനായിട്ട് ഭോഗം ചെയ്യും. ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും തൃപ്തി വരാതെ ഇങ്ങനെ ചെയ്യും. ഇതിനാണ് ജനന മരണ ചക്രം എന്ന് പറയുന്നത്. ജനന മരണ ചക്രങ്ങൾക്ക് കാരണമാവുന്നത് ഈ രജോ ഗുണ പ്രവാഹത്തിൽ പെട്ട് ഉഴലുന്നത് കൊണ്ടാണ്. അപ്പൊ ചിലപ്പോൾ രജോ ഗുണത്തിന്റെ പാരമ്യതയിൽ അങ്ങനെ രജോ ഗുണം വർദ്ധിച്ചാണ് തമോ ഗുണത്തിലേക്ക് ചെന്ന് വീഴുന്നത്. ഈ രജോ ഗുണത്തിൽ സ്വാർത്ഥതയെ മുൻനിർത്തി കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ള നയപരമായ വിവേകം ഉണ്ടായിരിക്കും. തമോ ഗുണത്തിന്റെ ആധിക്യത്തിൽ വിവേകവും നഷ്ടപ്പെടും. രജോ ഗുണത്തിൽ കർമ്മം ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്തിനു വേണ്ടി ചെയ്യണം എന്നുള്ളൊരു ബോധമെങ്കിലും ഉണ്ടാവും. തമോ ഗുണത്തിൽ അതും ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ വിവേകവും നഷ്ടമാകും. സ്ഥലമോ സന്ദർഭമോ നോക്കാതെ കാമക്രോധാദി വികാരങ്ങൾക്ക് അടിമപ്പെട്ട് നശിക്കാനിടയാവും. ഇതാണ് തമോ ഗുണിയായ മൂഢയോനിയുടെ ലക്ഷണം. തമോ ഗുണിയായ മൂഢയോനിയുടെ ലക്ഷണം കാമക്രോധ ലോഭാദികൾക്ക് വശംവദനായി വിവേകം നഷ്ടപ്പെട്ട ജീവിതം നയിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോഴോ ഒരതിര് കടന്നാൽ പിന്നെ പക്ഷിമൃഗാദിയോ വൃക്ഷലതാദിയോ ആയിട്ടൊക്കെ ജനിക്കാൻ വരും. ഈ തമോ ഗുണപ്രധാനികളെ ആൾക്കാർക്ക് തമോ യോനികളിൽ ജനിക്കാം മനുഷ്യനായിട്ട്. പക്ഷെ അതിനും ഒരു അതിരുണ്ട്. ആ അതിനേക്കാളും മോശമായിട്ടുള്ള തമോ ഗുണത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ പക്ഷിമൃഗാദികളായിട്ട് ജനിക്കാനേ പറ്റുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ സാപേക്ഷ പ്രവർത്തനമാണ് സംസാരം എന്ന ശാസ്ത്രബുദ്ധിയോടെ ഇതിനെയാണ് നമ്മൾ സംസാര ജീവിതം, ജനന മരണ ചക്രം എന്നൊക്കെ പറയുന്നത്. ഇനി സത്വഗുണ രജ സത്വരജസ്തമോ ഗുണങ്ങളുടെ പ്രാധാന്യം, ആധിക്യം കൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് അത് നോക്കാം. കർമ്മണ്ണ സുഹൃദസ്സാഹു സാത്വികം നിർമ്മലം ഫലം, രജസ്തസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഫലം. അതായത് സുഹൃതസ്യ കർമ്മണ, സുഹൃതങ്ങളായ കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അതിന്റെ ഹേതുവായിട്ട് ലഭിക്കുന്ന സാത്വിക ഫലം, സത്വഗുണാഭിവൃദ്ധിയുടെ അനുഭവം നിർമ്മലമായിരിക്കും. അത് കളങ്കമില്ലാത്തതാണെന്നാണ് അത് അനുഭവിച്ചറിഞ്ഞ സത്യദർശികൾ പറയുന്നത്. രജസിന്റെ ഫലമോ, രജോ ഗുണാഭിവൃദ്ധിയിലെ അനുഭവമോ അത് ദുഃഖമയമായിരിക്കും, അത് സമ്മിശ്രമായിരിക്കും. തമസിന്റെ ഫലം പിന്നെ അജ്ഞാനമാണ്, ഒരു അവിദ്യ, അജ്ഞാനമാണ്. പുണ്യകർമ്മങ്ങൾക്ക് ഹേതുവായി സത്വഗുണാഭിവൃദ്ധിയിലെ അനുഭവം കളങ്കമില്ലാത്തതാണെന്ന് സത്യദർശികൾ പറയുന്നു. രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും ഇത് ഇത് അജ്ഞാനമാണ്. നമുക്ക് ഭഗവാൻ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ, പ്രകാശം പ്രവൃത്തി മോഹം. അതായത് പ്രകാശം എന്ന് പറഞ്ഞാൽ സത്വഗുണം, പ്രവൃത്തി എന്ന് പറഞ്ഞാൽ രജോ ഗുണം, മോഹം എന്ന് പറഞ്ഞാൽ തമോ ഗുണം. അതിനെ തന്നെ ഭഗവാൻ പറഞ്ഞു സുഖം കർമ്മം പ്രമാദം. ഇതിന് മുമ്പ് 2-3 ശ്ലോകങ്ങൾക്ക് മുമ്പ് ഭഗവാൻ പറഞ്ഞു സുഖം കർമ്മം പ്രമാദം. അതായത് സത്വ ഗുണമാണെങ്കിൽ നിങ്ങൾക്ക് സുഖം, നിങ്ങൾക്ക് രജോ ഗുണമാണെങ്കിൽ നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് പിന്നെ തമോ ഗുണമാണെങ്കിൽ പ്രമാദമാണ്, ഭ്രാന്താണ്, അതായത് ഭ്രമമാണ്, എല്ലാത്തിലും ഭ്രമം. അതാണ് അവിദ്യ എന്ന് പറയുന്നത്. ഇത് മനസ്സിനെ എങ്ങനെയാണ് ബന്ധിക്കുന്നതെന്ന് കാണിക്കുവാനാണ് ഭഗവാൻ ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പദ്യത്തിൽ ഭഗവാൻ അതുപോലെ തന്നെ പറയുകയാണ്, നിർമ്മലം ദുഃഖം അജ്ഞാനം. നിർമ്മലം എന്നുള്ളത് സത്വഗുണം, ദുഃഖം എന്നുള്ളത് രജോ ഗുണം, അജ്ഞാനം എന്നുള്ളത് തമോ ഗുണം. ജ്ഞാനവും സുഖവുമാണല്ലോ സാത്വിക ഫലങ്ങൾ. സത്വഗുണാഭിവൃദ്ധിയിലെ ജ്ഞാനവും സുഖവും നിർമ്മലമായിരിക്കും. ജ്ഞാനവും സുഖവും എപ്പോഴാണ് നിർമ്മലമാവുക? സത്യബോധത്തിൽ അധിഷ്ഠിതമായിരിക്കുമ്പോൾ. വിഷയജ്ഞാനമോ വിഷയസുഖമോ ഒരിക്കലും നിർമ്മലമാണെന്ന് പറയുക. എന്താണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്? അത് വിഷയജ്ഞാനമല്ല. വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ഭൗതികമായ പ്രപഞ്ചത്തെ പറ്റിയുള്ള ജ്ഞാനമല്ല, വിഷയസുഖങ്ങളുമല്ല, ഭൗതിക ലോകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന സുഖങ്ങളുമല്ല. പിന്നെയോ ഈ വസ്തുത, വിഷയജ്ഞാനവും വിഷയസുഖവും അത് സത്വഗുണത്തിന്റെ കാര്യങ്ങളേ അല്ല. അവിടെ സത്വഗുണത്തിന്റെ കാര്യം എന്താണ്? സത്യത്തിൽ അധിഷ്ഠിതമായ, സത്യം എന്ന് വെച്ചാൽ പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ്, ഭഗവാനിൽ അധിഷ്ഠിതമായ അതെന്തോ അത് മാത്രമാണ് സത്വഗുണം. ഇത് രജോ ഗുണമാണെങ്കിലോ വിഷയജ്ഞാനവും വിഷയസുഖവും, ഭോഗങ്ങളാണല്ലോ അവിടെ കൂടുതലും, ഭോഗത്തിനും കർമ്മത്തിനും ആണ് രജോ ഗുണത്തിൽ പ്രധാനമുള്ളത്, അല്ലേ? അപ്പം വാസ്തവത്തില് പിന്നെ രജോ ഗുണയുടെ വിഷയജ്ഞാനത്തെയും വിഷയസുഖത്തെയും സത്യദർശിക്ക് അജ്ഞാനമായും ഭ്രമമായും ദുഃഖമായും മാത്രമേ കാണാൻ കഴിയൂ. ഒരു സത്വഗുണ പ്രധാനിയായ സത്യദർശിക്ക് ഈ വിഷയജ്ഞാനവും വിഷയസുഖവും ഒക്കെ അജ്ഞാനമായിട്ടും ദുഃഖമായിട്ടാണ് തോന്നുക. നിരന്തരമായ അസംതൃപ്തി നിൽക്കുമ്പോൾ, അപ്പൊ ഈ രജോ ഗുണത്തിനുള്ള സ്വഭാവം നമ്മൾ കണ്ടല്ലോ, ഭ്രമം, അതിനു വേണ്ടിയുള്ള ഓട്ടം, കർമ്മം ഭ്രമം, കർമ്മം ഭ്രമം, കർമ്മം ഭ്രമം. അപ്പൊ അവിടെ എന്താ ഉള്ളത്? സംതൃപ്തി എന്നുള്ളതില്ല. സംതൃപ്തി എന്നുള്ളൊരു കാര്യമേ ഇല്ല. സംതൃപ്തി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സുഖം ഉണ്ടാവുക? സംതൃപ്തി ഇല്ലെങ്കിൽ നമുക്ക് ദുഃഖം മാത്രമേ ഉണ്ടാവൂ. ഒന്നിലും നമുക്ക് തൃപ്തി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ സുഖം ഉണ്ടാവും? തൃപ്തി ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ദുഃഖമാണ് ഉണ്ടാവുക. അതാണ് ഭഗവാൻ തന്നെ പറയുന്നത്, സന്തുഷ്ട സതതം യോഗി. നമ്മൾ 12-ാമത്തെ അധ്യായത്തിൽ പഠിച്ചില്ലേ, സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ. എല്ലാ സുഖദുഃഖങ്ങളിലേക്ക് ഒരുപോലെ ഇരിക്കുന്ന ആൾ, സന്തുഷ്ടനായ, എപ്പോഴും സതതം എല്ലായ്പ്പോഴും സന്തുഷ്ടനായിരിക്കുന്ന ആളെയാണ് എനിക്കിഷ്ടം എന്ന് ഭഗവാൻ പറഞ്ഞു. ഇവിടെയോ രജോ ഗുണത്തിൽ സന്തുഷ്ടിയില്ല, അതുകൊണ്ട് തന്നെ എപ്പോഴും ദുഃഖമായിരിക്കും. ഒന്നിനും തൃപ്തിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ദുഃഖമല്ലാതെ എന്താ ഉണ്ടാവുക? അതുകൊണ്ട് വിഷയസ്പർശമാണ് കളങ്കം.
അതില്ലാത്തത് നിർമ്മലം. അതുകൊണ്ടാണ് സത്വഗുണം ദേഹം വെടിഞ്ഞ് ഉത്തമ ജ്ഞാനികൾക്ക് അവകാശപ്പെട്ട പുണ്യലോകങ്ങളിൽ എത്തുന്നത്. പിന്നെ തമോ ഗുണത്തിലെ അനുഭവം അജ്ഞാനമാണ്. രജോ ഗുണയുടെ ഭൗതികതലത്തിലെ വിവേകം പോലും സാധ്യമാകാത്തത് തമോ ഗുണത്തിലാണ്. സത്യത്തിൽ നിന്ന് അകന്ന് മോഹബദ്ധനായി ഇരുട്ടിലേക്ക് പതിക്കാൻ ഇടവരുന്നു. അതാണ് തമസ് എന്ന് തന്നെ പറയുന്നത്. സത്വാ സംജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ പ്രമാദൗ മോഹോ തമസഃ ഭവതോ അജ്ഞാനമേവ ച. ഈ 3 ഗുണങ്ങൾ കൊണ്ട് മനസ്സിന്റെ ഗുണമേന്മ, മനസ്സിന്റെ ഈ 3 അവസ്ഥകൾ സത്യാന്വേഷണ മാർഗത്തിലെ സുപ്രധാനമായ ഒരു അറിവാണ് ഈ ഗുണഘടന. അതുകൊണ്ട് അവയുടെ സൂക്ഷ്മജ്ഞാനത്തെ ലക്ഷ്യമാക്കി ഭഗവാൻ ഇതിനു മുമ്പ് പറഞ്ഞു തന്നു നമുക്ക്. അതായത് സുഖം, കർമ്മം, പ്രമാദം, പ്രകാശം, പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞു തന്നതിനെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുവാനായിട്ട് വീണ്ടും ഭഗവാൻ എടുത്തു പറയുകയാണ്. സത്വ സംജായതേ ജ്ഞാനം. സത്വഗുണമുണ്ടെങ്കിൽ ജ്ഞാനം ഉണ്ടാകുന്നു. രജസോ ലോഭ ഏവഹ. രജോ ഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നെങ്കിൽ ലോഭമാണ് ഉണ്ടാകുന്നത്. അതായത് പണം, സമ്പത്ത്, ഭൗതികമായ കാര്യങ്ങൾ ആർജിക്കുവാനുള്ള ആർത്തി, അതാണ് ലോഭം, അല്ലേ? പ്രമാദ മോഹവും തമസ. തമസിനാണെങ്കിലോ പ്രമാദം, ബുദ്ധിഭ്രമവും പിന്നെ മോഹം, അടങ്ങാത്ത മോഹം, അതാണ് തമസിന്റെ. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവുന്നു? മോഹവും നമ്മൾ അജ്ഞാനമാവും, അജ്ഞാനിയായി മാറും. തമസ് എന്താണ്? തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുട്ടെന്ന് പറഞ്ഞാൽ അജ്ഞാനം. വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യ എന്ന് വെച്ചാൽ പ്രകാശം, വിദ്യ എന്ന് വെച്ചാൽ എന്താണ്? ജ്ഞാനം, അതാണ്. അപ്പൊ സത്വഗുണത്തിൽ ജ്ഞാനവും തമോ ഗുണത്തിൽ അജ്ഞാനവും. സത്വഗുണം പ്രകാശവും തമോ ഗുണം ഇരുട്ടും. മനസ്സിലായില്ലേ? സത്വഗുണത്തിന്റെ അഭിവൃദ്ധി കൊണ്ട് വസ്തുബോധം സാധ്യമായി തീരുന്നു. രജോ ഗുണത്തിന്റെ അഭിവൃദ്ധി കൊണ്ട് ഭൗതിക വിഷയങ്ങളിൽ മതിവരാത്ത ഇച്ഛയും വന്നു തീരുന്നു. തമോ ഗുണത്തിന്റെ അഭിവൃദ്ധി കൊണ്ട് ഇരുട്ടിൽ നിന്നും ഇരുട്ടിലേക്കുള്ള പതനവും എപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെയുള്ള മോഹവും സംഭവിക്കുന്നു. സത്യബോധത്തെ അധികം അകറ്റുന്ന അജ്ഞാനവും വന്നു ചേരുന്നു. അതായത് തമോ ഗുണത്തിൽ പെട്ടുപോയാൽ പിന്നെ സത്യത്തിലേക്ക് എത്താൻ ഒരുപാട് പ്രയാസമാണ്. കാരണം അവിടെ ഇരുട്ടിലേക്ക് പതിക്കുകയാണ്. ഇരുട്ടിലേക്ക് പതിച്ചാൽ പിന്നെ വെളിച്ചത്തിന്റെ ഒരു നാമ്പ് കിട്ടാൻ എത്ര പ്രയാസമാണ്, അല്ലേ? അത് നമ്മൾ ഇച്ഛയോടുകൂടി കണ്ടുപിടിച്ചെടുക്കണം, അതേ നമുക്ക് പറ്റുള്ളൂ. ഗുണങ്ങളും സത്യാനുഭവവും. മായയുടെ മൂടുപടങ്ങളാണ് ഗുണങ്ങൾ. മായ നമ്മളെ ഈ ലോകം, ഈ പ്രകൃതി ഗുണസംഭവ. ഭഗവാൻ പറഞ്ഞു ഗുണസംഭവങ്ങൾ, ഈ ഗുണങ്ങളെ കൊണ്ടിട്ടാണ് ഭഗവാൻ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രകൃതിയിലെ ഗുണങ്ങളെ കൊണ്ടിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ആ പ്രകൃതി എന്ന് പറയുന്നത് ഭഗവാന്റെ മായയാണ്, വിഷ്ണു മായയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതിയുടെ മൂടുപടങ്ങളാണ് ഈ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അവ സത്യസ്വരൂപത്തെ മറച്ചു കളയുന്നു. പക്ഷേ മറകളിലൂടെ തന്നെ അവയുടെ കട്ടിയുടെയും കട്ടിയില്ലായ്മയും അനുസരിച്ച് സത്യസ്വരൂപം കൂടിയും കുറഞ്ഞും പ്രകാശിച്ചു എന്ന് വരാം. ഉദാഹരണത്തിന് ഒരു ദീപം, ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കണം. അതിന്റെ മുമ്പിൽ നമ്മൾ മൂടുപടങ്ങൾ നിവർത്തിയിടുകയാണ്, കർട്ടൻസ് ഇടുകയാണ്. നമ്മൾ ലോലമായ ഒരു നൈലോൺ കർട്ടനാണ് ഇടുന്നതെങ്കിലോ, ലോലമായ ഒരു കർട്ടനാണ് അവിടെ, അല്ലെങ്കിൽ നെറ്റ് കർട്ടനാണ് ഇട്ടിരിക്കണമെങ്കിലോ നമുക്ക് ആ ദീപം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും, അല്ലെ? നമുക്ക് ആ ദീപത്തിന് അവിടെ ഒരു മറ ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നൂല, അത്ര വ്യക്തമായിട്ട് നമ്മൾ ദീപം കാണും. നേരെ മറിച്ച് കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു പിന്നെ കർട്ടനാണ് അവിടെ ഇട്ടിരിക്കുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ദീപത്തിന്റെ ഒരു ഛായ അവിടെ ഉണ്ടെന്ന് മനസ്സിലാവും, ദീപം നമുക്ക് കാണാൻ പറ്റില്ല. ദീപത്തിന്റെ ഒരു നിഴല് പോലെ, ദീപം അങ്ങനെ നിഴല് പോലെ വളരെ കുറച്ച് പ്രകാശത്തോടെ എന്തോ ഒന്ന് അവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കുറച്ചും കൂടെ കട്ടിയുള്ള, വളരെ കട്ടിയുള്ള ഒരു മൂടുപടമാണ് ഇടുന്നതെങ്കിൽ തമോസാണ്, നമുക്ക് അവിടെ ദീപമേ കാണാൻ പറ്റില്ല, ഇരുട്ട് മാത്രം, ഒന്നും കാണാൻ പറ്റില്ല. കർട്ടന്റെ പുറകിലായിപ്പോയി ഇരുട്ട്, മനസ്സിലായില്ലേ? അപ്പോ ഈ ചെറിയ പിന്നെ നെറ്റ് പോലെ അല്ലെങ്കിൽ നൈലോൺ പോലെയുള്ള ഒരു ലോലമായ പിന്നെ തിരശ്ശീലയിലൂടെ നോക്കുന്ന ഒരാൾ, സത്വഗുണപ്രധാനിയായ ജീവൻ, അങ്ങേർക്ക് ജ്ഞാനത്തെ ഉണ്ടാക്കുമെന്നൊന്ന് പറഞ്ഞല്ലോ. അപ്പോഴ് മറയുടെ കട്ടി കുറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് പ്രകാശമല്ല ജ്ഞാനം, പ്രകാശം കാണാൻ സാധിക്കുന്നത്. രജോ ഗുണത്തില് മറയുടെ കട്ടി വർദ്ധിക്കുന്നു. അവിടെ അത് നിമിത്തം ഈശ്വരനെ ഉണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ ഈശ്വരനെ കുറിച്ച് അറിയാനുള്ള സമയമൊന്നുമില്ല. എനിക്ക് വചനയ്ക്ക് വരാനൊന്നും സമയമില്ല, 100 കൂട്ടം ജോലിയാണുള്ളത് നമ്മൾ പറയാറില്ലേ?
കാരണം രജോ ഗുണമാണേ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നിനും സമയമില്ല. അപ്പോ ഈശ്വരനെ കുറിച്ചിട്ട് അവ്യക്തമായ ഒരു തോന്നലേ ഉള്ളൂ. അപ്പൊ പ്രകാശം, ആ ആ ദീപം അവ്യക്തമായിട്ട് കാണാം. അതാണ് രജോ ഗുണത്തിന്റെ മറ. അതേ സമയത്ത് ഭൗതിക വിഷയങ്ങൾ സത്യമാണെന്നുള്ള ഭ്രമത്തിന് ശക്തി കൂടുന്നു. അവ ശേഖരിക്കുവാനും സൂക്ഷിച്ചു വെക്കുവാനുള്ള ഒടുങ്ങാത്ത ആസക്തിയും വന്നു ചേരുന്നു. ഇതാണ് രജോ ഗുണമുണ്ടാക്കുന്ന ലോഭം. പക്ഷേ വിവേകം പാടെ നശിച്ചു പോകുന്നില്ല. ഭൗതിക ലോഭങ്ങൾക്കായിട്ടാണെങ്കിലും വല്ലപ്പോഴുമൊക്കെ ഒരു ജോലി കിട്ടാനോ ഒരു ലോട്ടറി അടിക്കാനോ എങ്കിലുമൊക്കെ ഈശ്വരനെ പ്രാർത്ഥിക്കും. വല്ലപ്പോഴുമെങ്കിലൊക്കെ ഈശ്വരനെ, അത് അവനവന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനെങ്കിലും ഈശ്വരനെ ഒന്ന് ഓർമ്മിക്കും. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ടാണ് രജോ ഗുണിക്ക് ഈശ്വര ചിന്ത വർദ്ധിക്കാനുള്ള അവസരം കിട്ടി അതിലേക്ക് വീഴുകയാണെങ്കിൽ സത്വഗുണത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അവസരം കിട്ടിയില്ലെങ്കിൽ പിന്നെ രജസ്സിലേക്കോ തമസിലേക്കോ വഴുതിപ്പീഴാനായിട്ടുള്ള ഇത് തമസിലെത്തിയാൽ പിന്നെ പതനം അതിവേഗമാണ്. വളരെ കട്ടികൂടിയ മറയാണ് തമസ്. തമസിൽ ജഡത്വം ശക്തി പ്രാപിക്കുന്നു. സത്യം തീരെ മറഞ്ഞു പോകുന്നു. വെളിച്ചം കാണുകയില്ല. അവിടെ ഒരു 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 വിളക്ക് വെച്ചിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു വിളക്ക് വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ വിഭാവന ചെയ്യാം. 3 തരം കർട്ടൻ. നമ്മൾ തന്നെ എത്രയോ കർട്ടൻസ് കണ്ടിരിക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ എത്രയോ തരം കർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ലോലമായ കർട്ടനും ഇടത്തരം കർട്ടനും ഈ കട്ടി കൂടിയ കർട്ടനും അതിന്റെ അപ്പുറത്തൊരു ദീപം വെച്ച് നോക്കിയാൽ നമുക്കറിയാം കാണാൻ പറ്റില്ല എന്നുള്ളത്, അല്ലേ? അപ്പം സ്ഥലകാല വിവേകം പോലും നമുക്ക് തമസിൽ നഷ്ടപ്പെടുന്നു. കഠിനങ്ങളായ ആഘാതങ്ങൾ തമോ ഗുണിയെ ഈശ്വരോന്മുഖമാക്കി തീർക്കുന്നു. ചില സമയത്ത് വളരെ തമസിൽപ്പെട്ട് ഉഴലുന്ന ഒരാൾക്ക് നല്ല ഒരു ആഘാതം, എന്തെങ്കിലും ജീവിതത്തിലെ ഭയങ്കരമായ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ നഷ്ടമോ വലിയ സങ്കടമോ വലിയൊരു ദുരന്തമോ ഒക്കെ സംഭവിക്കുമ്പം ഒരു പക്ഷേ ഈശ്വരോന്മുഖം തെളിയാൻ ഒരു മാർഗം തെളിയും. ഈശ്വരോന്മുഖം ചില സമയത്ത്, എല്ലാവർക്കും അല്ല, ചില തമോ ഗുണികൾ എന്നാലും നന്നാവില്ല. ചില തമോ ഗുണികള് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പം ഒരു പക്ഷേ ആ ഒരു വിവേകം ഉണ്ടായിട്ട് അതായത് നമുക്ക് അതിന് ഭാഗ്യമുണ്ടാവണം. ഈശ്വരാനുഗ്രഹവും ഈശ്വരന്റെ ഒരു കൃപാകടാക്ഷം ഉണ്ടാവണം. എന്നാലേ അങ്ങനെ ഒരു തമോ ഗുണിക്ക് അങ്ങനെ ഒരു പ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം രജസ്സിലേക്കും തമസിലേക്കും അയാൾക്ക് കടന്നു ചെല്ലാൻ അവസരം കിട്ടിയെന്ന് വരാം. ശുദ്ധ ഗുണങ്ങളെ കുറിച്ച് ഗുണപ്രാധാന്യത്തെ മുൻനിർത്തിയാണ് ചർച്ച എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. എല്ലാവരിലും എല്ലാ ഗുണങ്ങളും എപ്പോഴുമുണ്ട്. ആർക്കും ഒരു ഗുണം മാത്രമായിട്ടില്ല. എല്ലാവരും 3 ഗുണങ്ങളുമുണ്ട്. ഏറ്റക്കുറച്ചിലാണുള്ളത്. ഏറ്റക്കുറച്ചിലിനനുസരിച്ചാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തിന് വ്യത്യാസങ്ങളും വിഭിന്നതകളും ഒക്കെ ഉണ്ടാവുന്നത്. ചില സമയത്ത് നമ്മൾ തമോ ഗുണികളായിട്ട് പ്രവർത്തിക്കാറില്ലേ? ചില സമയത്ത് നല്ല ദേഷ്യവും ക്രോധവും അസൂയയും കുശുമ്പും ഒക്കെ നമ്മൾ കാണിക്കാറില്ലേ? അപ്പൊ തമോ ഗുണം അങ്ങനെ വർദ്ധിച്ചു നിൽക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഓരോ സമയത്ത് ഓരോ സത്വഗുണം നല്ലതായിട്ട് നിൽക്കും. പുട്ടപ്രതി പ്രശാന്തനത്തിൽ വന്നിരിക്കുമ്പോ സത്വഗുണം അതിന്റെ മൂർധന്യത്തിലായിരിക്കും. വേറെ ഒന്നിനെ പറ്റിയും ചിന്തയില്ല. എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും സൗഹൃദം. വെരി ഗുഡ്. ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് എഴുതുമ്പോ തുടങ്ങി കുറ്റം പറയാനും കുറവ് പറയാനും ഒക്കെ. അപ്പൊ രജോ ഗുണമായി. അയ്യോ, നമ്മുടെ വീട്ടുകാര്യങ്ങൾ ആലോചിക്കും, അതൊക്കെ തുടങ്ങും. പിന്നെ മറ്റേ വീട്ടിലെത്തി കഴിയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തട്ടിക്കേറ് അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തമോ ഗുണം പുറത്തു വരും. അപ്പൊ നമ്മളിൽ എല്ലാവരിലും ഈ 3 ഗുണങ്ങളുമുണ്ട്. ചിലപ്പോൾ ഓരോരോ അവസരങ്ങളിൽ അത് പുറത്തു വരും, അല്ലെങ്കിൽ എല്ലാം മറഞ്ഞു കിടക്കുകയാണ്. എപ്പോഴാണ് അത് അപ്പൊ നമ്മള് സത്വഗുണ പ്രധാനികളാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ബോധപൂർവം അങ്ങനെയുള്ള സാധനങ്ങളിലും അങ്ങനെയുള്ള സത്സംഗങ്ങളിലും അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിലും ഒക്കെ ഏർപ്പെട്ട് അതിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കണം. അതിന് വഴുതിപ്പോയാൽ ഞാൻ പറയും 10 ദിവസം നമ്മൾ അടുപ്പിച്ച് ഓരോ സത്സംഗത്തിനും അതിനും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സുഖം ഉണ്ടാവും. അപ്പോഴായിരിക്കും നമുക്ക് കുറെ വിസിറ്റേഴ്സ് ഒക്കെ വന്ന് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആത്മീയമായിട്ട് ഒരു ഇതും ഇല്ലാത്ത കുറച്ച് പേര് വന്ന് നമ്മുടെ കൂടെ താമസിച്ച് അപ്പൊ നമുക്ക് പതുക്കെ ഇത് വിട്ടുപോകും, ഇല്ലേ? അപ്പൊ നമുക്ക് നിരന്തരമായ സമ്പർക്കം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് നാമസ്മരണ ചെയ്യൂ. നാമസ്മരണ ഏറ്റവും എളുപ്പം. ഈശ്വര സ്മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, എപ്പോഴും ഈശ്വര സ്മരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വഴുതി പോവാതെ രക്ഷപ്പെടാം. ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഈശ്വര സ്മരണ നിലനിർത്താനുള്ള മാർഗമാണ് നമ്മുടെ നാമസ്മരണ എന്ന് പറയുന്നത്. ബാക്കിയുള്ള സാധനങ്ങൾക്കൊന്നും നമുക്ക് സമയമോ സൗകര്യമോ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. നമ്മൾ തനിച്ചിരിക്കുമ്പോൾ നമുക്ക് ഓങ്കാരം പറയാം, സുപ്രഭാതം പറയാം, നമുക്ക് 2 മണിക്കൂർ വായിക്കുകയൊക്കെ ചെയ്യാം. ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്ത് വേണം?
നാമസ്മരണ ആവാലോ, എപ്പോ വേണമെങ്കിലും നമുക്ക് നാമസ്മരണ ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് കലികാലത്തിലെ അവസരത്തിന് ഏറ്റവും നല്ലത് നാമസ്മരണയാണ്, അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീമഹീഷാം, ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.